ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെബിലാസ് ഡയറി. നമ്മളിന്നൊരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മട്ടൻ കറി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഒരുപാട് ഉണ്ടാവുമല്ലോ ഉണ്ടാക്കാൻ, ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ എന്നുള്ളത്. നമ്മൾ വീട്ടിലൊരു കറിക്ക് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ ഇൻഗ്രീഡിയൻസ് ആയിട്ട്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഈ കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ ഒരു കുക്കറിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു 2-3 വറ്റൽ മുളകും പിന്നെ കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള നമ്മുടെ ഏലക്ക, കറാമ്പട്ട, അതേപോലെ കുറച്ച് ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വരുന്ന ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റുക. ഇതിലേക്ക് തന്നെ ഞാനിനി ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തനി നാടൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-6 പച്ചമുളക് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വീണ്ടും വഴറ്റുക. നമ്മളിങ്ങനെ അത് എപ്പോഴും ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. കറി കുറച്ച് ആൾക്കാർക്ക് വേണ്ടതുകൊണ്ട് ഞാനിവിടെ ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. 3 സവാള മതി. 3 സവാളയ്ക്ക് കൂടുതൽ ആൾക്കാർക്ക് അനുസരിച്ച് നമുക്കിതൊക്കെ കൂട്ടാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി ഒരു 2 തക്കാളി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് എല്ലാത്തിനും കൂടെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് വഴറ്റാൻ വേണ്ടി നോക്കുക കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർക്കേണ്ടത്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൗഡേഴ്സ് എല്ലാം, നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള ഈ പൗഡേഴ്സ് എല്ലാം നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ മസാല ഡ്രൈ ആണല്ലോ, ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ആകെ നമ്മൾ ഒഴിച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ്. അപ്പം നമ്മൾ ഇതിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയി വരുള്ളൂ. അപ്പം ആ മസാല ചേർത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പുതിനേൻ്റെ ഇലയും പിന്നെ ഒരു മല്ലിച്ചപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിതിങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കുക എന്നുള്ളത്. പക്ഷേ അല്ല, നമ്മളിതൊരു വരട്ടിയ കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് വെള്ളം ഇതിൽ ചേർക്കുന്നുള്ളൂ. വളരെ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഞാനിവിടെ മാക്സിമം ഈ ഒരു കറിക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അതിൽ കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ മസാല എല്ലാം ഇവിടെ ചേർത്ത് പിടിച്ചെന്ന് ഉറപ്പായതിന് ശേഷം നമ്മൾ അതിലേക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ മട്ടൻ ആ മസാലയിൽ പിടിക്കുന്നത് വരെ നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം മട്ടനും കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതുകൊണ്ട് മസാല വീണ്ടും ഡ്രൈ ആവും. അപ്പം മട്ടനിലേക്ക് അത് അങ്ങോട്ട് കറക്റ്റായിട്ട് പിടിക്കില്ല. അപ്പം അതുകൊണ്ട് ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മട്ടനൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 6 വിസിൽ വരെ മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അതിൽ കൂടുകയും വേണ്ട, അതിൽ കുറയും വേണ്ട. 6 വിസിലിന് തന്നെ ഈ കറി കറക്റ്റായിട്ട് റെഡി ആയിക്കോളും. അങ്ങനെ 6 വിസിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല വരട്ടിയ മട്ടൻ കറിയാണ്. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പും അതേപോലെ കറിവേപ്പിലയും പിന്നെ കുറച്ച് പുതിനേൻ്റെ ഇലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നല്ല വരട്ടിയ കറിയാണ്. നമ്മൾ അധികം വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ലൊരു കോഴിക്കോടൻ മട്ടൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമ.